ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ എന്നുള്ളത് വയനാട്ടിലെ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലാണ്. ടൗൺഷിപ്പിൽ അടിപൊളി വീടിൻ്റെ പണിയൊക്കെ ഫിനിഷിങ് പോയിന്റിൽ എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടെ പണികളുണ്ട്. ഒരു 170ഓളം വീടുകൾ പണിയൊക്കെ ഒരുവിധം തീർന്ന് പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്ന പോലെ അല്ലെങ്കിൽ കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റും. ഇവിടെ വന്ന് കണ്ടപ്പോൾ അടിപൊളി വീടുകളാണ്. എല്ലാം 7 സെൻറ്റ് സ്ഥലത്ത് നല്ല ഭംഗിയുള്ള വീട്. നെഗറ്റീവ് പറയുന്നവർക്ക് ഓരോടൊന്നും പറയാനില്ല. ഇവിടെ വന്ന് കണ്ടാലാണ് എൻ്റെ മനസ്സിലാവും. സൂപ്പർ വീടാണ്, ഒന്ന് പോയി നോക്കിയാലോ. ഇത് കൽപ്പറ്റ ടൗണിന് നേരെ പുറകുവശമാണ്. ഹൈവേയോട് ചേർന്നിട്ടാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെയുള്ള ഈ ഒരു ഏരിയക്ക് ഒരു സെൻറ്റ് സ്ഥലത്തിന് 15 ലക്ഷം രൂപയിലധികം ആവുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഗൾഫിലാണ് ഇപ്പോൾ അവിടെ പോയത്. അവിടെ 35 സെന്റ് സ്ഥലം വീടുണ്ടായിട്ട് ഞങ്ങൾ രാത്രി 10 മണിക്ക് മാറി. ഏതാണ്ട് അത്ര ദൂരത്താണ് പുഴ പോകുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ വരവ് കൊണ്ട് ഞങ്ങൾ ഒരു 10 മണിക്ക് കറണ്ടൊന്നുമില്ല, എമർജൻസി നോക്കുമ്പോൾ കരയും കുത്തിക്കരയും വരുന്നുണ്ട്. അപ്പോൾ വൈഫ് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണ്ട, എന്നിട്ട് മക്കളെയും കൂട്ടിയിട്ട് രാത്രി മേൽഭാഗത്തൊരു വഴി ഉണ്ടായിരുന്നു, അതിന്റെ കൂടി ഫസ്റ്റ് ഹോട്ടലിൽ വന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ വീടൊന്നുമില്ല. തൊട്ട മുമ്പിൽ അളിയനും മോനും പോയി. ഒരു പെങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അവര് മൂവ് ചെയ്തിട്ടുണ്ട്, അതിന് മേലക്കറി ഇവര് രണ്ടുപേരും എന്തായി പട്ടി ഉണ്ടായി, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ കൂടെ പോയി. നല്ലൊരു വരുമാനമുള്ള സ്ഥലമായിരുന്നു. എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു? 47. എന്നാലും നമുക്കൊരു വീടായാലും നമുക്ക് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായി. കുറെ റിക്കവർ ചെയ്ത് വരണ കുറച്ച് സമയം എന്നെക്കാട്ടി വലിയ പ്രശ്നമാണ്. പിന്നെ ഇവര് സ്ത്രീകളല്ല. എന്റെ വൈഫിന് പാത്രം പറഞ്ഞാൽ ഭയങ്കര ഇതാ. പാത്രങ്ങൾ വാങ്ങി അപ്പ വാങ്ങും പാത്രങ്ങൾ എടുത്തു വെക്കാം. എടുക്കാൻ പറ്റിയില്ല. ഇത് പുതിയ മണ്ണിട്ടതാണ്. നമ്മൾ അടുക്കള ഭാഗത്താണ്. ഇവിടെ ഒരു ഇറപ്പം എന്തായാലും ഇറക്കണം. അലക്കിയിട്ടുണ്ടെങ്കിലൊക്കെ തുണിയൊക്കെ ഇതിന് ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. എന്തും ചെയ്യാം. 7 സെന്റ് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു 10 സെന്റ് ഒരു വർക്ക് ഏരിയ അപ്പുറത്തോട്ട് വെള്ളം ചാടാത്ത ചെറിയ ചെറിയ പണികൾ നമുക്ക് ഉണ്ടാവും. ഏത് വീട് ചെയ്താലും ചെറിയൊരു വീട് പൊട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു വർഷം ചൂടുള്ള സ്ഥലമാണല്ലോ. അല്ല, ഒരു വർഷം കഴിഞ്ഞാൽ ചോദിക്കുന്നില്ല. നമ്മൾ പിന്നെ ചോർച്ചുണ്ട്, വിണ്ട് വരുന്നുണ്ട്. ഇപ്പൊ കുറെ 5 വർഷത്തെ ഗ്യാരണ്ടി പറയുന്നുണ്ട്. 5 വർഷം എന്ത് പറ്റിയാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് ലീക്കേജ് ഉണ്ടായിനോ? ഇവിടെ മാത്രമല്ല, കുറെ അപ്പുറത്ത് കുറെ വീടുകളുണ്ട്. അവിടെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഭാഗത്തെ ഹോസ്പിറ്റൽ ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ടുണ്ട്. ഹോസ്പിറ്റല്, സ്കൂള്, പിന്നെ ടൗൺഷിപ്പ് മൊത്തം. ഇതിന്റെ പണി കഴിഞ്ഞിട്ടാ ബാക്കി മറ്റേ പണി നടക്കുന്നുണ്ടോ? അല്ലേ, ആദ്യം വീടിന് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ? അമ്പലം, പള്ളി, ചർച്ച് ഒക്കെ എല്ലാം ഫിനിഷ് ആണ്. കുറച്ച് ഡിലേ വരും. ഈ മഴ അവിടെ പെരുമഴ പെയ്തു ആണല്ലേ? എല്ലാ ദിവസവും മഴ പെയ്തും പിന്നെ പണിക്ക് ആളെ കിട്ടാതെ ഇന്ത്യക്കാരും മൊത്തം നാട്ടിൽ പോയത്. അതുകൊണ്ട് അല്ല, അതിന്റെ മുമ്പേ പണി തീർന്നു പോയി. മലയാളികളാ അല്ലെ? ഇന്ത്യക്കാരെ മലയാളികളുടെ കൂടെ ഇന്ത്യക്കാരുണ്ടാവും. അവരും കൂടി ഉണ്ടെങ്കിൽ പണി സ്പീഡ് തീരൂല്ലേ? ആളുകൾ ഈ ചാണ്ട് കാണുമ്പോഴേ ചാടി അങ്ങോട്ട് വർക്ക് തീർന്നില്ല, അങ്ങോട്ട്. അതെ അതെ. നമ്മളൊരു ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെൻസിൽ കൊണ്ട് വരച്ചത് കാണിച്ച് അത് അന്നേരം തന്നെ എടുത്ത് ന്യൂസ് ആക്കി നോക്കുമ്പോ അത് വന്ന് മായച്ചളഞ്ഞപ്പോ അതങ്ങ് പോയി. ഓ, ഇതാണ് എന്റെ ഉള്ളില്. ഇത് ഒരു 4-5 ലെയർ കഴിഞ്ഞിട്ടുള്ളതാണ്. 5 ലെയറോ ഇതിനോ? പിന്നെ കഴിഞ്ഞു. പിന്നെ വെള്ളം 24 മണിക്കൂർ കെട്ടി നിർത്തി എന്നിട്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി. ഇത് എംസാൻഡ് ചെയ്യുന്നതാണ്. രാവിലെ വൈകുന്നേരം വരെ വെയിലടിക്കുന്നതാണ്. അതെ അതെ, നേരിട്ട് അടിക്കുന്നത്. മരങ്ങളൊന്നും ഇല്ലാത്ത കുറ്റം കാണാൻ പറ്റും. ഇതിൽ ഗ്യാരണ്ടി പറഞ്ഞു. ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഗ്യാരണ്ടി അല്ല. ശരിയാണ്. വെള്ളയിൽ നിർത്തിയിട്ട് ഇപ്പം ഒരു തരത്തിൽ ലീക്കില്ല. വെള്ളം ഒഴിവായി പോവില്ലേ? സോളാറൊക്കെ അന്നേരം കണക്ട് ചെയ്യൂലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുണം എങ്ങനെയാ പറയാ, പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് നമുക്ക് കുറച്ച് സോളാർ ഇത്ര പെർസെന്റേജ് അങ്ങോട്ട് പോവാം.
അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അതെ, അത് മൊത്തത്തില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എന്തെങ്കിലും വെക്കണം. ഇൻവെർട്ടറിന്റെ ആവശ്യമില്ല. ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കുമായി മോള് ലൈനൊന്നും വലിച്ച കാണുന്നില്ല. അല്ല, മഴ പെയ്താൽ അങ്ങനെ കംപ്ലൈന്റ് കറണ്ട് പോകാന്നുള്ളതില്ല. ഇപ്പൊ ഇവിടെ മൊത്തം എത്ര വീടുകൾ വർക്ക് നടക്കുന്നുണ്ട്? 410 വീടുകൾ ഇവിടെ വർക്ക് പോയ 178 വീടാണ് ഇപ്പൊ നമുക്ക് ഫുൾ പണിയും കഴിഞ്ഞ് ഒരു വിധം ഒരു 70% പണി കഴിഞ്ഞു. അല്ല, ഇന്നത്തോടെ ഫിനിഷാണ്. ഇന്ന് ഫിനിഷ് 78 വീട്. ഇന്നിപ്പോ കുറച്ച് ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഒരു 18-20 വരെ വിളിച്ചിട്ടുണ്ട്. ഇന്നത്തോടെ അതാണ് ഫിനിഷാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വാട്ടർ ടാങ്കാണ്. അപ്പൊ നമുക്ക് കഴുകണം, കേറിയിട്ട് നിൽക്കാൻ ഒരു ചെറിയൊരു കോണി. അതെ 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 നിങ്ങൾ ആവശ്യങ്ങൾ അവരോട് പറയാ, അല്ലേ? അവര് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ചു തരാം. അതെ അതെ, കുറ്റപ്പെടുത്താൻ കുറേ കുറ്റപ്പെടുത്തി എന്ത് കാര്യം. അതെ അതെ, കുറ്റപ്പെടുത്തുന്നല്ലേ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഞങ്ങളൊരു ആശങ്ക എന്താ വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കയറി കൂടാ. എന്റെ വീടിന് മുമ്പ് ഈ റോഡ് വർഷം കഴിഞ്ഞില്ല, നമുക്കിപ്പോ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇത് വേറൊരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ നമ്മൾ ഫാമിലിയോട് ആക്കിയിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എല്ലാവരും ഒരേ മൈൻഡ് ആവണമെന്നില്ല. ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പണി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും നമുക്കൊരു സമാനം പുറത്ത് പോവുകയാണെങ്കിൽ ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ മറ്റേ എല്ലാവരും പുറത്തുള്ള ആളുകളാണ്. ആരും അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഇതും കൂടി കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ട് വന്നാലോ എന്ന് അങ്ങനത്തെ ഒരു ആലോചന ഗവൺമെന്റ് ഒരു ഡിമാൻഡ് വെക്കുന്ന വെച്ചെങ്കിൽ ഇത് ചാവി തിന്ന പിറ്റേ മാസത്തേക്ക് നമുക്ക് വാടകയില്ല. അങ്ങനെ ഉണ്ട്. നിങ്ങളിപ്പോ വാടക താമസിക്കും? എവിടെയാ താമസിക്കുന്നത്? മേപ്പാടിയോ? അവിടെ എത്ര വാടക ഇപ്പം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? എല്ലാ മാസവും വാടക കിട്ടും. ചിലത് അങ്ങനെ പറയാ, ന്യൂസിലെ നമ്മൾ കേൾക്കുക വാടക ഒന്നും കിട്ടുന്നില്ല. അതായത് ഒരു കുടുംബത്തില് ഒരാൾക്ക് ഡെയിലി 300 രൂപ വെച്ചിട്ട് മാസം 9,000 രൂപ. ഞങ്ങൾക്ക് എനിക്കും വൈഫിനും ഉണ്ട്. 18,000 രൂപ പ്ലസ് 6,000 രൂപ വാടക, 24,000. 1,000 രൂപന്റെ കൂപ്പൺ ഉണ്ട്. സപ്ലൈക്ക് പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ മാസം 25,000 രൂപ കിട്ടുന്നുണ്ട്. മാസം 25,000 രൂപ നിങ്ങൾക്ക് ഒരു ഫാമിലി കിട്ടുന്നുണ്ട്. വാടക പോയി കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ ഈ മാസം വരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ നാളത്തെ എന്തോന്ന് അതെ, നല്ല ഇത് നിങ്ങളെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാവി തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങള് ചാവി തന്നു കഴിഞ്ഞപ്പോ ഈ മാസം ഞാൻ വാങ്ങിച്ചില്ലേ എനിക്ക് അടുത്ത മാസം ജൂണിലും കൂടി കിട്ടും. ഒരു മാസം കൂടി ഓക്കെയാണല്ലോ. അത് ഇതന്നെ നമ്മളിത് രാഷ്ട്രീയമായിട്ട് കാണണ്ട. അതെ അതെ ചെയ്തു വന്നു അത്ര. നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കുമ്പോഴേ എല്ലാവരും തികഞ്ഞ ആളുകളൊന്നുമില്ല. നമ്മളിപ്പോ ഏത് വലിയ വീടുണ്ടാക്കുമ്പോ ചെറിയ ചെറിയ പോരായ്മ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങളെ വീട് ഇതാണ്, പിന്നെ അതിന്റെ കംപ്ലൈന്റ്സ്. ഞാൻ പറഞ്ഞു ഞാൻ എന്നൊരു വ്യക്തി കംപ്ലൈന്റ് പറയുന്നില്ല. ഇല്ല, അതെ അതെ, നമുക്ക് കിട്ടിയത് എന്ത് അൽഹംദുലില്ലാ. ഇതിപ്പോ എത്ര ലെയർ ഉണ്ടെന്നാ പറഞ്ഞത്? ഇതിപ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു മാനേജ് കനത്തിലല്ലേ, കനത്തില. അത് കഴിഞ്ഞിട്ട് 2-3 ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചോറ് കാണാൻ ചോർന്നോട്ടല്ലേ. എന്താ പറയാ, ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്ത് കൊടുക്കാനുള്ളത്? 5 ലെയറൊക്കെ മേലെ ഇട്ടിട്ട് ഇതിന് നമുക്ക് മുകളിലോട്ട് എടുക്കാനുള്ള ഓഹോ അയച്ചു മാറ്റിയിട്ട് അതിന്റെ മേലോട്ടേക്ക് സോളാർ കൊടുത്താൽ മതി. മേലോട്ടേക്കും സംവിധാനം ചെയ്തു ആണല്ലേ. ഭൂമി ഉരുക്കുണ്ടെങ്കിലും ആണല്ലേ, ഭൂമി ഉരുക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അനക്കവും ഉണ്ടാവില്ല. ഫില്ലറിങ്ങിലല്ലേ പൊന്തുന്നേ. അതെ അതെ. ഈ അത് ബാത്റൂം, 2 ബാത്റൂം ഉണ്ട്. 2 റൂം, വലിയ ഹാളാ അല്ലേ. അതെ, ഇപ്പൊ വയറിംഗ് ഒക്കെ നടക്കുകയാണ്. ചൂട് കുറയ്ക്കാനുള്ള ലോഡുണ്ട്. അടിപൊളി ഡോറ്, സ്വിച്ച്, അതൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല പുട്ടിയൊക്കെ ഇട്ട് കിട്ടാ, നല്ല പുട്ടിയൊക്കെ ഇട്ട് അടിപൊളി. എല്ലാവർക്കും കറക്റ്റ് അളവിനുള്ള വീടാ, നല്ല ഗമ്മത്. വാവ്, എല്ലാത്തിനും മുകളിൽ സോളാറുണ്ട് കേട്ടോ. എല്ലാം അവിടെ നോക്കി നോക്ക്. ഇവിടെ സോളാറ്, ഇവിടെ സോളാറ്, അതിൻ്റെ മുകളിൽ സോളാറ്, അതിൻ്റെ മുകളിൽ സോളാർ. നല്ല സ്പേസാണ് അവിടെ. അടിപൊളി അളമാരൊക്കെ ഇട്ടിട്ട് തരികിട ചെയ്ത് പോയൊന്നുമല്ല.
നമുക്ക് ഇവിടെ വന്ന് കണ്ടാലാണ് മനസ്സിലാവും. ജനൽ പോളയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത് പറയാനൊക്കെ നല്ല അടിപൊളി സാധനം, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ജനവാതിലൊക്കെ നല്ല ലോക്കൽ സാധനം, നല്ല അടിപൊളി നല്ല തിക്നെസ് സാധനം. പിന്നെ തുരുമ്പ് പിടിച്ചു പോവില്ല, വേറെ ഒരു കംപ്ലൈൻറ്റ് ചതൽ പിടിച്ചു പോവുകയില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഗംഭീരായതിന് മെയിൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയേ, അതിനുള്ള സംവിധാനമൊക്കെ സെറ്റാക്കി. നല്ല ലോക്കൽ വയറൊന്നുമല്ല, നല്ല ഗംഭീര വയറും കാര്യങ്ങളൊക്കെ, ക്വാളിറ്റി ഉള്ള വയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ നല്ല എൻജിനീയർ വർക്കാണ്. അതിൻ്റെ വേസ്റ്റ് വെള്ളം ടാങ്കുകൾ ഒക്കെ. ഇവിടെ വേറെന്തൊരു സംഭവം ഉണ്ട്, കുടിവെള്ളത്തിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഈ മതിലിന് നിങ്ങൾ വിചാരിക്കും മതിൽ ഇങ്ങനെയാണെന്ന്, പക്ഷേ ഇതിങ്ങനെയല്ല. ഇവിടെ ചെടി നട്ടിട്ട് ഈ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ നല്ല ഹരിത മതിലായി മാറും. അതാണ് ഇതിൻ്റെ ലുക്ക് കൊടുക്കുക. അതൊക്കെ ആയി വന്നാലാണ് നല്ല ഭംഗി ഉണ്ടാകുക. അടിപൊളി വീടാട്ടോ, നല്ല രസമുള്ള സ്ഥലത്താണ്. എൻ്റെ കറണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കറണ്ട് ഉണ്ട്, വേസ്റ്റിൻ്റെ വെള്ളത്തിൻ്റെ ഉണ്ട്, അത് വേറെ. കറണ്ട് കാര്യങ്ങളൊക്കെ ഇല്ല, ഒരാൾക്ക് നിന്ന് അങ്ങ് പോവാം. മോള് ക്ലേവിട്ട് ഒരാൾക്ക് നടന്നങ്ങ് പോവാം, ഇത്രയും സെറ്റപ്പിൽ. അതുകൊണ്ട് മോള് പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വേസ്റ്റിൻ്റെ ഒന്നും വേറെ ഉണ്ട്, റോഡിൻ്റെ വേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ട്. ഇതിൽ കൂടെ അല്ലാതുള്ള കുത്തി കീറുമൊന്നും വേണ്ട ഇടയ്ക്ക്. ഇനി ഇതിൽ കൂടി നടന്നു പോയിട്ട് എല്ലാ കാര്യവും എല്ലാവർക്കും കേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങ് പോകും. ഇതൊക്കെ നമ്മളെ നാട്ടിൽ വേണ്ടിയേ. അല്ലാണ്ട് റോഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കീറേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ആക്കിയാൽ മതി. ഇവിടെ നിന്നാണ് അതിൻ്റെ സിമെൻറ്റും അതിൻ്റെ മിക്സിങ്ങൊക്കെ. ഓരോ പണിസ്ഥലത്തേക്കും കോൺക്രീറ്റ് കൊണ്ടുപോകുന്നു. അതിൽ നിന്ന് കുറച്ച് കോൺക്രീറ്റ് എടുത്തിട്ട് ഇവിടെ എടുത്തത് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ മറ്റേത് പൊളിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ളത് തട്ടിപ്പൊട്ടിൽ പൊട്ടിപ്പോയിട്ട് അവിടെ നോക്കിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. നമ്മളെ ടൗൺഷിപ്പിലെ വിശേഷവും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.